Watch India's largest kids library only on Jio Hotstar. Download the app now. ഹോഴ്സ് ട്രെയിനിങ്ങിന് മുൻപ് നമ്മുടെ ഹോഴ്സിനെ കംഫർട്ടബിൾ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഇതിന്റെ ശരീരം ഇങ്ങനെ തടവുന്നത് കൊണ്ട് അതിന് സുഖം തോന്നും. തൂഫാനെ, ഇന്ന് നിന്റെ ഒരു പരീക്ഷണമാണ്. നീ ആരാണെന്ന് ആർക്കും മനസ്സിലാവരുത്. നീ ശരിക്കുള്ളതാണെന്ന് തന്നെ എല്ലാരും വിചാരിക്കണം. അങ്ങനെയായാൽ ഒരു മിടുക്കനാണെന്ന് ഞാൻ പറയും. വരൂ, നമുക്ക് ടെസ്റ്റ് തുടങ്ങാം. ഓ, എന്ത് ഭംഗിയുള്ളൊരു കുതിരയാ. ഞാൻ ഇതിന്റെ മീതെ ഒന്ന് കേറി ഓടിച്ചോട്ടെ. ഇവന്റെ പുറത്ത് ഞാനല്ലാതെ വേറെ ആരെയും കയറ്റാൻ ഇവ സമ്മതിക്കില്ല. ഞങ്ങളുടെ കമാൻഡോ ട്രെയിനിങ്ങിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കുതിരപ്പുറത്ത് കേറി എങ്ങനെ ഓടിക്കണ്ടെന്ന്. നിങ്ങൾ എല്ലാരും കണ്ടോ ഞാൻ എങ്ങനെ ഹോഴ്സ് റൈഡിങ് നടത്താൻ പോണെന്ന്? ഇപ്പൊ പണി ഞാൻ തരാം. Yeah, come on horsey, come on, run horsey, run. ലഡു സിംഗ് സാറേ, നിങ്ങളുടെ കമാൻഡോ ട്രെയിനിങ് ഫെയിൽ ആയി പോയി കേട്ടോ. ശിവ, രക്ഷിക്കണേ, വേഗം വന്നേ. ശിവ, ഏ ഹോർസി, സ്റ്റോപ്പ്. ഹോർസി, നിന്നോടല്ല നിൽക്കാൻ പറഞ്ഞത്. നിൽക്കാനല്ല പറഞ്ഞ. ലഡു സിംഗ് സാറേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നും പറ്റില്ലല്ലോ? ആ ശിവ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെ ചേട്ടാ, തന്റെ വികൃതി കുതിര കൂട്ടിക്കൊണ്ട് പോയിക്കോ. ഇത് കാരണം എന്റെ നടു ഒടിഞ്ഞു പോയി. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ കാണാം. എന്താ, നീ റെഡിയല്ലേ? അതെ, കുതിര ടെസ്റ്റിൽ പാസ്സായിരിക്കുന്നു. ഇപ്പോ ഞാനും റെഡിയാണ്. നമുക്ക് ജോലി തുടങ്ങാം. എന്റെ 10 കോടി രൂപ എവിടെ? നീ ചോദിച്ച 10 കോടി രൂപയുണ്ട്. ആ വീട് കണ്ടോ? അതിന്റെ അകത്തുള്ള ഹാളിൽ ഒരു ലോക്കർ ഉണ്ട്. അതിന്റെ അകത്ത് സ്റ്റാമ്പ്സിൽ പതിപ്പിച്ച ഒരു ഫോൾഡർ ഉണ്ട്. അതെടുത്തു കൊണ്ടുവരണം. ഞാൻ അതിന്റെ അകത്തുള്ള CCTV ക്യാമറ കേടാക്കി. ഞാൻ പുറത്തുള്ള ക്യാമറകളൊന്നും കേടാക്കിയിട്ടില്ല. ശ്രദ്ധിച്ചു പോണം. ക്യാമറ തിരിയുന്നത് നോക്കിയിട്ട് അത് വേറെ സൈഡിലേക്ക് തിരിയുമ്പോൾ നീ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറണം. പുറത്തുള്ള ക്യാമറ ഇപ്പുറത്തേക്ക് തിരിയുമ്പോൾ അപ്പോൾ തന്നെ നീ പുറത്തേക്ക് വരണം. കേട്ടോ? ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക്സ്. ഓ മോനെ ദിനേശ. അതെ, എന്ത് ഭംഗിയുള്ള കുതിരയാണത്. ഗാഡ്, അതിനെ പിടിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. എനിക്കൊരു ചെറിയ ആഗ്രഹം. ഇതിനെ കാണുമ്പോ കുഴപ്പമൊന്നുമില്ല. അതിന്റെ മീതെ കേറി ഒരു സവാരി ചെയ്യണം. ടക്കടക്ക ടക്കടക്ക ടക്കടക്കടന്ന്. ഓ, സാറിന് നിർത്താറായിട്ടില്ലേ? അതെ ശിവ, ഞാൻ ഇവിടെ ഒരു സുന്ദരമായ കുതിരയെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നാളെ വന്നാ കാണാം. നീ വരണട്ടോ. ക്യാമറയുടെ സ്ഥാനം മാറുന്നുണ്ട്. ഇതിനകത്തു നിന്നും പുറത്തേക്ക് കടക്കുവാനുള്ള സമയമായി. എനിക്ക് പെട്ടെന്ന് പണി തീർക്കേണ്ടതുണ്ട്. യെസ്, ഇതായിരിക്കും ആ ലോക്കർ. ഇതിൽ സ്റ്റാൻഡ് ഇട്ടിട്ടുള്ള ഫോൾഡർ കാണുമായിരിക്കും. യെസ്.
ലഡു സിംഗ് സാറേ, ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാനായില്ല. ഞങ്ങൾ കുതിരയെ കാണാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എവിടെയാ ആ കുതിര? വരൂ, ഞാൻ കാണിച്ചു തരാം. വലിയ ലഡു സിംഗ് സാറേ, നിങ്ങളുടെ കുതിര ഓടുന്നത് കണ്ടില്ലേ? അതിനെ വേഗം പിടിക്കൂ. ശിവു, ശിവ, നീ ആ കുതിരേനെ വേഗം പിടിക്കേ, വേഗം പ്ലീസ്. ഈ കുതിര വളരെ വേഗത്തിലാണല്ലോ ഓടുന്നത്. എന്നെ നിനക്ക് പിടിക്കാൻ പറ്റില്ലടാ കുട്ടി. യു ആർ ഗുഡ്. ഐ ആം ദി ബെസ്റ്റ് കേട്ടാ. എന്റെ അമ്മോ, എന്തൊരു ചാട്ടാ ഇത് ചാടിയിരിക്കുന്നേ. ശിവ, നീ എന്ത് പണിയായി കാണിച്ചത്? എന്റെ കുതിര നീ പിടിച്ചില്ലല്ലോ. ലഡു സിംഗ് സാറേ, അതൊരു കാട്ടുകുതിരയാണ്. അത് സ്വതന്ത്രമായി നടക്കാനായിരിക്കും ഇഷ്ടപ്പെടുക. അത് കാട്ടിൽ തന്നെ വളർന്നോട്ടെ, പിന്നെന്താ. പക്ഷെ ഇത്രയും വലിയ കൊക്കിനെ അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റി? ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തോ കാര്യമുണ്ടല്ലോ. ഡോക്യുമെന്റ്സ് എവിടെ പോയി? നമ്മുടെ സീക്രട്സുകളൊക്കെ കളവ് പോയിരിക്കുകയാണ്. എവിടെ? സെക്യൂരിറ്റി, പോലീസ്. ലഡു സിംഗ്, നിങ്ങളെ സെക്യൂരിറ്റി ആയിട്ട് ഇവിടെ നിർത്തിയതല്ലേ? നിങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ലോക്കറിൽ നിന്ന് ടോപ്പ് സീക്രട്ട് ഡോക്യുമെന്റ്സ് എവിടെ പോയി? തെറ്റായ കൈകളിൽ അത് എത്തിച്ചേർന്നാൽ വേൾഡിലുള്ള പല രഹസ്യങ്ങളും പുറത്താകും. ഡോണ്ട് വറി സർ, എന്റെ കയ്യിലുള്ള റിസോഴ്സസ് ഒക്കെ ഞാൻ ഇപ്പൊ തന്നെ പ്രയോഗിക്കാം. ഞാൻ ആ കുതിര എത്രയും പെട്ടെന്ന് പിടിച്ചിരിക്കും. ശിവ, നീ എന്തെങ്കിലും ചെയ്യേ, അല്ലെങ്കിൽ എന്റെ കാര്യം പോക്കാണ്. എന്റെ തൊപ്പി തെറിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ചെയ്യേ ശിവ. ശിവ, ഇത് കണ്ടോ? ആ കുതിര ചാടിയ ചാട്ടം കണ്ടിട്ടേ അല്ലാത്ത സംശയം തന്നെയാ. കുതിര ഓടി വരുന്നതിന് മുൻപ് അങ്ങോട്ടും ഇങ്ങോട്ടും തലചെരിച്ച് നോക്കാറുണ്ട്. ഇത് മതില് ചാടി കടക്കുന്നത് കാണുമ്പോ തോന്നും ഇത് ചാടാനായിട്ട് തന്നെ നേരത്തെ ഉറച്ചു തീരുമാനിച്ചതാണെന്ന്. എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ഇത്ര ഉയരുള്ള മതില് ഒരു കുതിരയ്ക്ക് പോലും ചാടാനാവില്ല. ശിവ, നമുക്ക് കാട്ടിൽ ചെന്നിട്ട് ആ കുതിരയെ അന്വേഷിക്കണം കേട്ടോ. ഇന്നത്തേന് ശേഷം ഞാൻ നിന്നെയും കണ്ടിട്ടില്ല, നീ എന്നെയും കണ്ടിട്ടില്ല കേട്ടോ. ഹലോ അങ്കിൾ, എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. മര്യാദയ്ക്ക് ആ ഫോൾഡർ എന്റെ കയ്യിൽ തന്നേക്ക്. കുട്ടി, നിന്നോട് ആരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. താങ്ക് യു ശിവ, ഫയല് നമ്മുടെ കയ്യിൽ കിട്ടി. അല്ല, ഇതെന്താ? അയാൾ ആ കുതിരയെ റിമോട്ട് കൊണ്ടാ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കുള്ള കുതിരയല്ല.
ഹലോ അങ്കിൾ, നിങ്ങളുടെ റിമോട്ട് കൺട്രോൾ കുതിര പോയി കഴിഞ്ഞു. എന്നാ ഇനി എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോ. എന്നാ അയ്യോ, ആ, ചെല്ലേ. മതി, ഒന്ന് നിർത്തൂ. ഇനി ഞങ്ങൾക്ക് നിന്റെ ഇടികൊള്ളാൻ വയ്യ. ഞങ്ങൾക്ക് വയ്യ. ഞങ്ങളെ വിട്ടേക്ക്. ആ, ആ, ആ. നിങ്ങളെ രണ്ടാളെയും പിടിച്ച ആ യന്ത്ര കുതിരയുടെ വയറ്റിനകത്ത് ഞാൻ പൂട്ടിട്ടോളാം. Watch India's largest kids library only on Geo Hotstar. Download the app now.